നിങ്ങളത് ചിന്തിച്ച്, നമ്മുടെ സ്റ്റാൻലി ചായൻ ഇവിടെ ഇരിപ്പുണ്ട്. സ്റ്റാൻലി ചായൻ ജീവനോടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ജീവനോടെ ജീവനോടെ സിറ്റ് ഔട്ടിൽ ഇരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ആര്? നമ്മുടെ സ്റ്റാൻലി ചായൻ. അപ്പൊ സ്റ്റാൻലി ചായൻ ഒരു മകൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ മകൻ സ്റ്റാൻലി ചായന്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് നേരെ മതിലെ കൊണ്ട് ആണി അടിച്ചു വെച്ചു. പുള്ളി അവിടെ ജീവനോടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുക. സ്റ്റാൻലി ചായന്റെ മകൻ ഫോട്ടോ എടുത്ത് മതിലെ കൊണ്ട് ആണി അടിച്ചു വെച്ചു. എന്നിട്ട് കടയിൽ പോയൊരു നല്ല പൂമാല മേടിച്ചു കൊണ്ടുവന്ന് അതിന്റെ കൂടെ ഇട്ടു. എന്നിട്ട് ഒരു മെഴുകുതിരിയും കത്തിച്ച് അതിന്റെ മുമ്പിൽ വെച്ചു. കുറച്ച് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിന്റെ ഫ്രണ്ടിൽ ഇട്ടു. എന്നിട്ട് ഈ മോൻ, അപ്പൻ അവിടെ ജീവനോടിരിക്കുമ്പോൾ മോൻ ഫോട്ടോയുടെ അടുത്ത് വന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, പ്രിയപ്പെട്ട പപ്പായെ, കഴിഞ്ഞ പകൽക്കാലം കോളേജ് വിട്ടു വരുമ്പോൾ ടീച്ചർ എന്റെ ഡയറിയിൽ എഴുതി വിട്ടിരിക്കുന്നു, പപ്പ നാളെ കോളേജിൽ കൊടുക്കാൻ 100 രൂപ കൊണ്ട് ചെല്ലണമെന്ന്. ആകയാൽ നാളെ പകൽ കോളേജിൽ കൊടുക്കാൻ 100 രൂപ തരണമെന്ന് പപ്പായോട് ഞാൻ മമ്മി മുഖാന്തരം അപേക്ഷിക്കുന്നു. ആമേൻ. എങ്ങനുണ്ട് സ്റ്റാൻലി ചായ? സന്തോഷമാണോ? ഇത് കേൾക്കുന്ന സ്റ്റാൻലി എന്ന് പറയുന്ന അപ്പന്റെ ഹൃദയം സന്തോഷിക്കുവാണോ? പറ. നിങ്ങളുടെയൊക്കെ മക്കൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സന്തോഷമാണോ? സ്റ്റാൻലി ചായൻ ഒരു വടിയെടുത്ത് അവനിട്ട് ഒറ്റ അടി വെച്ചു കൊടുത്തിട്ട് ചോദിക്കും, എന്നാടാ ഈ കാണിക്കുന്നത്? ജീവനോടെ കസേരയിലിരിക്കുന്ന എന്നെ എടുത്ത് വിദ്യ കയറ്റി വെച്ചേച്ച് 100 രൂപ തരാനും ഓർഡറാന്ന് പറയും അല്ലേ? ഈ ലോകത്തിലെ അപ്പന്റെ ഹൃദയം വേദനിച്ചെങ്കിൽ, ഈ ലോകത്തിലെ അപ്പന്റെ ചങ്ക് പിടഞ്ഞെങ്കിൽ, എനിക്കും നിനക്കും വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവനോടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ജീവനുള്ളവനായ യേശുക്രിസ്തുവിനെ മരിച്ചവനെ പോലെ ഭിത്തിയിലാക്കി വെച്ചിരിക്കുന്ന ക്രിസ്ത്യാനിയെ നിനക്ക് അയ്യോ കഷ്ടം. വേദപുസ്തകം പറയുന്നു, നീ ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെ ഇല്ല, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ.